മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ദൈവജനം കാതോർക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എന്നെക്കാളധികം കർത്താവിനുണ്ടാവില്ലേ? നമ്മൾ കൃത്യതയോടുകൂടിയിട്ട് അനേകം മക്കളിലേക്ക് ഷെയർ ചെയ്ത് 2027 ആകുമ്പോഴേക്കും ഒരു മഹാത്ഭുതം നിന്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും നീ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളും സംഭവിപ്പാനായിട്ട് കർത്താവ് നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എന്ത് പ്രതിസന്ധികളാണെങ്കിലും എന്ത് ജീവിത പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് കടന്നു വരും. ഇന്നിതാ കർത്താവ് വചനം തരികയാണ്. സുഭാഷിത പുസ്തകം 14-ാം അധ്യായം 30-ാം വാക്യം. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശാന്തമായ മനസ്സ്, പ്രശാന്തതയുള്ള മനസ്സ്. വചനം പറയുന്നില്ലേ, ശാന്തശീല ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കുമെന്ന്. പ്രശാന്തതയുള്ള ഒരു മനസ്സും ജീവിതവും ഇന്ന് എല്ലാ തലങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ ശാന്തതയില്ല, സമൂഹങ്ങളിൽ ശാന്തതയില്ല, രാജ്യത്ത് ശാന്തതയില്ല. എല്ലാ സ്ഥലത്തും പലതരത്തിലുള്ള കലഹങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാരാണ് ഉണ്ടാക്കുന്നത്? വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന ഒരു പിശാചുണ്ട്. അവൻ്റെ പേരാണ് ലെവിയാഥൻ എന്ന് പറയുന്ന പൈശാചിക ശക്തിയാണ് ഹൃദയത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ഈ ശാന്തതയെ നശിപ്പിച്ചുകൊണ്ട് കളയുന്നത്. അതുകൊണ്ട് ദൈവവചനം വായിച്ചും പരിഹാര പ്രവർത്തികൾ ചെയ്തും കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പൈശാചിക പീഡകളെ തകർത്ത് കളയാനായിട്ട് എൻ്റെ മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇത്രയും പേരുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.